നമുക്ക് മലബാർ മേഖലയിലെ സമരങ്ങളും അതിൻ്റെ വിവരങ്ങളിലേക്കും പോകാം. കോഴിക്കോട് നിന്നും എ കെ ലതീഷ് കൂടി ചേരുന്നു. എ കെ ലതീഷ്, കേരളത്തിലാകമാനം SFI പ്രതിഷേധവുമായി ഇരമ്പുകയായിരുന്നു. അതായത് മോദി സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥത, അതുമൂലം വിദ്യാർത്ഥികൾക്ക് വന്ന ദുരവസ്ഥ, അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലായത്, ഇങ്ങനെയൊരു പൊതുപ്രശ്നം ഉന്നയിച്ചായിരുന്നു SFI രാജ്യവ്യാപകമായി പ്രതിഷേധം തീർത്തത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം അലയടിച്ചത്. എന്താണ് മലബാറിലെ വിവരങ്ങൾ, കോഴിക്കോടടക്കം? അജിംഷാദ്, വലിയ പ്രതിഷേധമാണ് വടക്കൻ കേരളത്തിൽ ഇന്ന് SFIയുടെ ഭാഗത്തുനിന്നും ഉയർന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നത്. കേന്ദ്ര സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ജില്ലാ കേന്ദ്രങ്ങളിൽ SFI ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം അലയടിച്ചത്. കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും അതേപോലെ തന്നെ പാലക്കാടുമെല്ലാം വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പലയിടത്തും ജലപീരങ്കിയും അതേപോലെ തന്നെ പോലീസുമായുള്ള സംഘർഷത്തിലേക്കും പോകുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുന്നിലേക്കായിരുന്നു SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ജലപീരങ്കി 6 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടാണ് പോലീസ് വിദ്യാർത്ഥികളെ നേരിട്ടത്. ലാത്തി ചാർജിലേക്ക് പോയില്ല. എന്നാൽ വിദ്യാർത്ഥികൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്മാറാത്ത ഒരു സാഹചര്യം കോഴിക്കോടുണ്ടായി. പിന്നീട് SFIയുടെ അഖിലേന്ത്യാ SFI കേന്ദ്ര കമ്മിറ്റി അംഗം പി താജുദ്ദീനാണ് കോഴിക്കോട് നടന്ന SFI പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് ആദ്യത്തെ തവണയല്ല ഇത്തരത്തിൽ നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ ചോരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ SFI നേതാവ് പി താജുദ്ദീൻ പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാർ എത്ര ലാഘവത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പരീക്ഷകളെ സമീപിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെന്നും താജുദ്ദീൻ പറഞ്ഞു. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക്, രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക് SFI കടക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് കേരളത്തിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുമെല്ലാം ഇന്ന് വലിയ തോതിലുള്ള വിദ്യാർത്ഥി രോഷം അലയടിച്ചത്. അജിംഷാദ്. ശരി, എ കെ ലതീഷാണ് വടക്കൻ കേരളത്തിലെയും വിവരങ്ങൾ നൽകിയത്.